ഇറാന്റെ സൈനിക വക്താവ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്നലെ അതായത് 2026 മാർച്ച് 27 വെള്ളിയാഴ്ച പുലർച്ചെ കുവൈറ്റിലുള്ള അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ബുബിയാൻ ദ്വീപില് മാരകമായ ആക്രമണം നടന്നു എന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നത്. ഈ ഒരു ആക്രമണത്തിൽ നിരവധി US സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ബുബിയാൻ ദ്വീപിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ നിർമ്മിതിയായിട്ടുള്ള മുബാറക് അൽ കബീർ പോർട്ടില് വലിയ ആക്രമണം ഉണ്ടായി എന്നും ഇവിടെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടും ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുമാണ് ഇറാന്റെ ആക്രമണം നടന്നത് എന്നും ഇറാൻ അവകാശപ്പെടുകയുണ്ടായി. ഇത് പിന്നീട് കുവൈറ്റ് മിനിസ്ട്രി ഓഫ് പബ്ലിക് വർക്ക്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള ഭൗതിക നഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഇറാൻ പറയുന്നത് ഭൗതിക നഷ്ടം മാത്രമല്ല, അമേരിക്കൻ സൈന്യത്തിന് വലിയ രീതിയിലുള്ള ജീവഹാനി സംഭവിച്ചിരിക്കുന്നുവെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ അവകാശവാദം. ബുബിയാൻ ദ്വീപിലുള്ള അമേരിക്കൻ മറീനുകളുടെ കേന്ദ്രങ്ങളാണ് തങ്ങൾ ലക്ഷ്യം വച്ചത് എന്നാണ് ഇറാൻ പറയുന്നത്. ഈ ആക്രമണത്തിൽ നിരവധി അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു എന്ന് അവർ വാദിക്കുന്നു. പരിക്കേറ്റവരെ കുവൈറ്റിലെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയെന്നും ഇറാൻ പറയുന്നു. ഈ ആക്രമണത്തിൽ അമേരിക്കൻ സേനയുടെ ലോജിസ്റ്റിക് കേന്ദ്രങ്ങളും റഡാർ സംവിധാനങ്ങളും തകർക്കപ്പെട്ടു എന്നും സൂചനകളുണ്ട്. ആക്രമണം നടന്നതായും തുറമുഖത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടും കുവൈറ്റ് സമ്മതിക്കുന്നുണ്ടെങ്കിലും സൈനികർ കൊല്ലപ്പെട്ടു എന്ന ഇറാന്റെ വാദം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് കുവൈറ്റിന്റെ പ്രാഥമിക വിശദീകരണം. മിഡിൽ ഈസ്റ്റിൽ ഉടനീളം നടന്ന ആക്രമണങ്ങളിൽ ഇതുവരെ 15 സൈനികർ കൊല്ലപ്പെട്ടു എന്ന് മാത്രമേ അമേരിക്കൻ സൈന്യം സമ്മതിച്ചിട്ടുള്ളൂ. എന്നാൽ ബുബിയാൻ ആക്രമണത്തിൽ എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ വ്യക്തത ഇപ്പോഴുമില്ല. ഇറാഖിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ദ്വീപാണ് ഈ ബുബിയാൻ ദ്വീപ്. കുവൈറ്റിലെ ഏറ്റവും വലിയ ദ്വീപാണ്. ഗൾഫ് മേഖലയിലെ കപ്പൽ ഗതാഗതം നിരീക്ഷിക്കുവാനും ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾക്കും അമേരിക്കൻ സൈന്യം ഈ പ്രദേശം ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ ഭാഗം തെരഞ്ഞെടുക്കുന്നതും. ഒരേ ദിവസം തന്നെ കുവൈറ്റിലെ ടുവൈഹ് തുറമുഖത്തും അതുപോലെ കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇറാൻ അവരുടെ ആക്രമണം ശക്തമാക്കുകയാണ്. ഇറാന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് 83ാമത്തെ മിസൈൽ വേവ് ആണ് അവർ തുടങ്ങിയത് എന്നാണ്. ഇതിനകത്ത് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിന് വലിയ നാശനഷ്ടം ഉണ്ടായി എന്നാണ്. ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇറാന്റെ ആക്രമണങ്ങളെ പിടിച്ചു കിട്ടാൻ അല്ലെങ്കിൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ ഭൗതിക നഷ്ടങ്ങളും ആൾനാശവും ഇസ്രയേലിനും ഉണ്ടായിരിക്കുന്നു എന്നാണ് ചില റിപ്പോർട്ടുകളിൽ പറയുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അഭിമാനമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ഇറാന് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. കുറഞ്ഞത് 12 അത്യാധുനിക റഡാർ സംവിധാനങ്ങളും സാറ്റലൈറ്റ് ടെർമിനലുകളും തകർത്തു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ജോർദാൻ, UAE എന്നിവിടങ്ങളിലെ അതിശക്തമായിട്ടുള്ള താഡ് എന്നറിയപ്പെടുന്ന അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റവും റഡാറുകളും പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം തകർത്തുവെന്നാണ് ഇറാൻ പറയുന്നത്. ഇതിലൂടെ അമേരിക്കൻ മിസൈൽ പ്രതിരോധ കവചം തകർന്നുവെന്ന് ഇറാൻ വാദിക്കുന്നുണ്ട്. കുറഞ്ഞത് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള 13 മിലിറ്ററി ബേസുകളെങ്കിലും വാസയോഗ്യമല്ലാത്ത വിധത്തിൽ ഇറാന്റെ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ഇറാന്റെ അവകാശവാദം അനുസരിച്ച് 650 US സൈനികർ മരണപ്പെട്ടു എന്നൊക്കെയാണ് ഇറാൻ പറയുന്നത്. പക്ഷെ അതിനൊന്നും സ്ഥിരീകരണമില്ല. യുദ്ധത്തിൽ ഒരു രാജ്യം പറയുന്ന എല്ലാ കാര്യങ്ങളെയും കണ്ണടച്ച് ശരിയാണെന്നും പറയാൻ പറ്റില്ല, കണ്ണടച്ച് എതിർക്കാനും കഴിയില്ല. അവിടെ വസ്തുതകളുടെയും തെളിവുകളുടെയും പിൻബലത്തിൽ മാത്രമേ നമുക്ക് അതിലെ ശരിതെറ്റുകളെ നിർണ്ണയിക്കാൻ കഴിയൂ. ബഹ്റൈനിലെ അമേരിക്കൻ നേവിയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ 160 അമേരിക്കൻ സൈനികർക്ക് അപകടം പറ്റിയെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇതും നമുക്ക് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ നടന്ന ആക്രമണങ്ങളാണ് ഇതെല്ലാം. ഇറാന്റെ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ പല അമേരിക്കൻ ബേസുകളെയും തകർത്തു കളഞ്ഞു. ഇസ്രയേലിലും അതുപോലെ തന്നെ വലിയ നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഔദ്യോഗിക കണക്കനുസരിച്ച് 24 ഇസ്രയേലി സിവിലിയന്മാരും 4 സൈനികരും കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. കാരണം ഇസ്രയേലിലെ മരണസംഖ്യ വലിയ രീതിയിൽ ഉയരില്ല. കാരണം ഇസ്രയേൽ തയ്യാറെടുത്തിട്ടുണ്ട്. യുദ്ധ സമയത്ത് അവിടെ ബങ്കറുകളും മറ്റും ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് ആളുകൾ പോകാനുള്ള എല്ലാ സാഹചര്യവും ഇസ്രയേലിലുണ്ട്. ടെൽ അവീവ് അതുപോലെ അവിടെയുള്ള പ്രധാനപ്പെട്ട തുറമുഖ നഗരങ്ങളിലടക്കം ജനവാസ കേന്ദ്രങ്ങളിലടക്കം മിസൈലുകൾ വീണിട്ടുണ്ട്. ഭൗതിക നഷ്ടം അല്ലെങ്കിൽ ഹൈ വാല്യൂ അസറ്റ്സിനടക്കം കാര്യമായ നഷ്ടങ്ങൾ ഈ യുദ്ധത്തിൽ ഇസ്രയേലിനും സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും അധികം നഷ്ടങ്ങൾ സംഭവിച്ചത് ഇറാന് തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. കാരണം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണം ഇറാനിൽ കാര്യമായി തന്നെ നടന്നിട്ടുണ്ട്. വലിയ നഷ്ടങ്ങൾ, അത് ജീവഹാനിയാണെങ്കിലും ഭൗതികമായിട്ടുള്ള നഷ്ടങ്ങളാണെങ്കിലും ധാരാളം എടുക്കാൻ പറ്റാത്ത അത്രത്തോളം ഇറാനിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഇവിടെ പൂർണ്ണമായിട്ട് കീഴടങ്ങി കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, 10 അടി കിട്ടുമ്പോൾ 2 തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് 20 അടിയാണ്.
നല്ല രീതിയിൽ തന്നെ ഇറാൻ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ, ഒന്നിച്ചുള്ള ഈ ആക്രമണങ്ങളെ നേരിടാൻ അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ പാടുപെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് വെച്ച് ലോകത്തിലെ ഏറ്റവും മികച്ചതൊക്കെയാണ്. ആ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രതിരോധം എത്രത്തോളം ഉണ്ട് എന്നതായിരിക്കും ഈ യുദ്ധത്തിന് ശേഷം ഏറെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ യുദ്ധസമയമായതുകൊണ്ട് അത്തരം ചർച്ചകൾക്ക് വലിയ പ്രസക്തി ഉണ്ടാവില്ല. പക്ഷേ യുദ്ധത്തിന് ശേഷം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷി അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി, അതിന്റെ മികവ് തീർച്ചയായിട്ടും ലോകത്ത് ചർച്ച ചെയ്യപ്പെടും. കാരണം പറഞ്ഞ് കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു മികവ് ഈ പറയുന്ന ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രതിരോധ സംവിധാനങ്ങൾക്കില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ ഇറാന്റെ കുറെ ആക്രമണങ്ങളെയൊക്കെ തടഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മറ്റ് രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇറാന്റെ കൈവശം മിനിമം ആയുധങ്ങളേ ഉള്ളൂ. ഇപ്പൊ ഇന്ത്യയുടെയോ ചൈനയുടെയോ കയ്യിലുള്ളത് പോലെയോ റഷ്യയുടെ കയ്യിലുള്ളത് പോലെയുള്ള ആയുധങ്ങളൊന്നും ഇറാന്റെ കൈവശമില്ല. അപ്പോൾ എന്നിട്ടും ഇറാൻ ഇത്രയും വലിയ നാശനഷ്ടം ഇസ്രായേലിനും അമേരിക്കയ്ക്കും വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എയർ ഡിഫൻസ് സിസ്റ്റംസിന്റെ പ്രവർത്തനങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകാൻ പോവുകയാണ് ഇനിയുള്ള നാളുകളിൽ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.